കാന്തിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു വേണി. മതിയടി നിന്റെ അഭിനയം. ശക്തിയായി മുടി കുത്തിപ്പിടിച്ചത് മൂലം കാന്തിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വേണിയോടുള്ള ദേഷ്യം മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് അഗ്നിയാളുന്ന കണ്ണുകളോടെ വർദ്ധിച്ച ദേഷ്യത്താൽ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ നിന്നു. എന്താ വേണി ഈ ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ അവളെ പിടിച്ചു മാറ്റി. ഏട്ടൻ എന്താ ഇവളോട് ഇത്ര സോഫ്റ്റ് കോൺ? ഒരു മാസം ഇവളുടെ കൂടെ ജീവിച്ചപ്പോൾ ഏട്ടൻ്റെ പ്രതികാരമൊക്കെ അലിഞ്ഞില്ലാതായി പോയോ? അവൾ ദേഷ്യത്താൽ കയർത്തുകൊണ്ട് മഹാദേവന് നേരെ പാഞ്ഞു ചെന്നു. എന്താ മക്കളെ ഇത്? ഇവളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടുകയാണോ എന്ന് പറഞ്ഞ് പ്രിയൻ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഏട്ടൻ്റെ സ്വഭാവം മാറിയത് അച്ഛ കണ്ടില്ലേ? ഇവിടുന്ന് ഫിൻലാൻഡിലേക്ക് പോകുമ്പോഴുള്ള മഹാദേവനാണോ തിരിച്ചു വന്നത്? ഏട്ടൻ്റെ സ്വഭാവമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ഏട്ടൻ ഗാന്ധിജിക്ക് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ കൈ നീട്ടി മുഖത്തടിച്ചപ്പോൾ ഏട്ടൻ ആ അടി നിന്ന് കൊള്ളില്ലായിരുന്നു. എൻ്റെ പഴയ മഹിയേട്ടനായിരുന്നെങ്കിൽ കാന്തിക്കിപ്പോൾ ആ കൈ നഷ്ടപ്പെട്ടേനെ. വർദ്ധിച്ച ദേഷ്യത്തോടെ വേണി പറഞ്ഞു. വേണി ഇത്രമാത്രം കിടന്ന് പറഞ്ഞിട്ടും മഹാദേവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഒന്നും കൂടെ ഇരച്ചു കയറി. കണ്ടില്ലേ അച്ഛ, ഏട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കണത്. ഏട്ടൻ്റെ നാവ് ഇവൾക്ക് പണയം വെച്ചു എന്നാ തോന്നുന്നത്, അവൾ മഹിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. വേണിയുടെ ഈ സംസാരം ഇങ്ങനെ തുടർന്നു പോയാൽ അത് വലിയ വഴക്കിലാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കിയ പ്രിയൻ പെട്ടെന്ന് തന്നെ എതിർത്തു. മതി, നിർത്ത് എന്ന് വലിയ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. മഹി, അകത്തേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞ് അയാൾ മഹാദേവനെ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞയച്ചു. അവൻ അകത്തേക്ക് കയറിപ്പോകും വഴിക്ക് ഒന്ന് പാളി കാന്തിയെ നോക്കി. അവൾ അപ്പോഴും ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മഹാദേവൻ അകത്തേക്ക് കയറിപ്പോയതും വേണി പുച്ഛത്താൽ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ഒരു പുച്ഛഭാവത്തോടെ കാന്തിയെ അടിമുടി ഒന്ന് നോക്കി. ഇനി നിന്റെ ഈ വീട്ടിലെ സ്ഥാനം ഇവിടുത്തെ ജോലി ചെയ്യുന്ന അമ്മണി ചേച്ചിയേക്കാൾ താഴെയാണ്. നിന്റെ താമസവും ഇനി അമ്മണി ചേച്ചിയുടെ കൂടെ ഔട്ട് ഹൗസിലാണ്. മനസ്സിലായോടി നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാന്തിയുടെ കയ്യിൽ പിടുത്തമിട്ടു. അവളെ ബലമായി വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വേണി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കാതെയായല്ലോ. മഹിമോൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണിമോള് പറഞ്ഞത് ശരിയാ. അവൻ്റെ മുഖത്തിപ്പോൾ പ്രതികാരമില്ല. ഇനി അവൻ ഇവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും എന്നൊക്കെ ചിന്തിച്ച് പ്രിയദർശൻ ഫോൺ എടുത്ത് മറ്റാരെയോ വിളിച്ചു. ബലമായി അടുക്കളയിലേക്ക് കാന്തിയെ വലിച്ചുകൊണ്ടുപോയ വേണി അടുക്കള എത്തിയപ്പോൾ അവളെ അടുക്കളയിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്ന് വീഴാൻ പോയ കാന്തി ബാലൻസ് ചെയ്തു നിന്നു. വേണിയുടെ ഈ പ്രവൃത്തി കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ജോലിക്കാരി അമ്മിണി. അമ്മിണി ചേച്ചി, ചേച്ചിക്കിനി റെസ്റ്റാണ്. ചേച്ചിയുടെ അടിമയാണ് ഇവൾ. എല്ലാ കഠിനമായ ജോലികളും ഇവളെ കൊണ്ട് ചെയ്യിക്കുക. എന്നിട്ട് ചേച്ചി റെസ്റ്റ് എടുത്തോ. ഇവൾക്കും കൂടിയുള്ള ശമ്പളം ചേച്ചിക്ക് തരും. ഇത് കേട്ടതും അമ്മിണിയുടെ കണ്ണുകൾ തിളങ്ങി. ഇവളെ ജോലി എടുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുമോളെ. കാന്തിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അമ്മിണി പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ അമ്മിണിയുടെ ഒപ്പം കാന്തിയും അവിടുത്തെ ജോലികൾ ചെയ്തു. ഭക്ഷണവും അമ്മിണിയോടൊപ്പം അടുക്കളയിൽ ഇരുന്നു കഴിച്ചു. രാത്രിയായപ്പോൾ രണ്ടുപേരും കിടക്കാനായി ഔട്ട് ഹൗസിലേക്ക് പോയി. ആ ഔട്ട് ഹൗസിൻ്റെ ജനൽ തുറന്നാൽ മഹിയുടെ ബാൽക്കണി കാണാം. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കട്ടിലിൽ അമ്മിണിയും കാന്തിയും കൂടി കിടന്നു. മോളെ കാന്തി, നീ വീണിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയിലാണ് മോളെ. ഇവിടെ നിന്നും രക്ഷപ്പെടുക എളുപ്പമല്ല. മനസാക്ഷിയില്ലാത്തവരാണ് മോളെ ഈ വീട്ടിലുള്ളവർ മുഴുവനും. പിന്നെ അല്പം മനസാക്ഷിയുള്ളത് രാജി കൊച്ചമ്മയ്ക്കാണ്. പക്ഷേ കൊച്ചമ്മയുടെ വാക്കുകൾക്ക് ഈ വീട്ടിൽ ഒരു പട്ടിയുടെ വില പോലുമില്ല. സത്യത്തിൽ പ്രിയൻ സാറൊന്നുമല്ല ഇവിടെ ഭരിക്കുന്നത്. ആ വേണിയില്ലേ, അവളാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ വേണിയുടെ പക്ഷം ചേർന്ന് സംസാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കഞ്ഞുകൂടി മുട്ടും. മോൾക്കൊന്നും തോന്നല്ലേ, അമ്മിണി സങ്കടത്തോടെ പറഞ്ഞു. അമ്മിണിയുടെ വാക്കുകൾ കേട്ടതും കാന്തി ദുഃഖം നിറഞ്ഞ ഒരു പുഞ്ചിരി അവർക്ക് നൽകി. പാതിരാത്രിയായിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ പോയി ഔട്ട് ഹൗസിൻ്റെ ജനൽ തുറന്നു. അപ്പോഴുണ്ട് മുകളിലെ ബാൽക്കണിയിൽ നിന്നും മഹാദേവൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. മഹാദേവനെ കണ്ടതും അവളിൽ ദേഷ്യം ഇരച്ചു കയറി. അവൾ അപ്പോൾ തന്നെ അവൻ്റെ മുഖത്തടിക്കുന്നത് പോലെ ജനൽ കൊട്ടിയടച്ചു. പിറ്റേ ദിവസം അവൾ അമ്മിണി ചേച്ചിയുടെ കൂടെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ അമ്മിണിയുമായി നല്ലതുപോലെ അടുത്തു. എല്ലാവർക്കുമുള്ള കാപ്പിയുണ്ടാക്കി അവൾ അത് മാറ്റിവെച്ചു. ശേഷം നൂലപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കാന്തി.
നൂലപ്പത്തിലേക്കുള്ള മട്ടൻ ഇസ്റ്റു തയ്യാറാക്കുകയാണ് അമ്മിണി. രാവിലെ എഴുന്നേറ്റ പാടെ ഒരു പുച്ഛ ചിരി ചിരിച്ച് വേണി അടുക്കളയിലേക്ക് വന്നു. ഞാൻ എണീക്കുന്നതിന് മുമ്പ് ബെഡ് കോഫി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അമ്മിണിയോട് കയർത്തു. അത് പിന്നെ കുഞ്ഞെണീക്കാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. ഇത്ര നേരത്തെ എഴുന്നേൽക്കുമെന്ന് ചേച്ചി കരുതിയില്ല മോളെ. ദാ കോഫി ഇപ്പോൾ എടുത്തു തരാം എന്ന് പറഞ്ഞ് അമ്മിണി കാന്തി ഉണ്ടാക്കിയ കോഫി എടുക്കാൻ ആഞ്ഞു. വേണ്ട ചേച്ചി, ചേച്ചി ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആവി പറക്കുന്ന കോഫി അവൾ ഒരു കപ്പിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒരു സിപ്പ് എടുത്തുകൊണ്ട് കാന്തിയെ ഒന്ന് നോക്കി. എന്നാൽ കാന്തിയാകട്ടെ അവളെ മൈൻഡ് ചെയ്യാതെ നൂലപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇവൾക്ക് ഒരു മൈൻഡുമില്ലല്ലോ. അങ്ങനെ ഇവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാവിലെ തന്നെ ഒരു ചൂടേറിയ ഗുഡ് മോർണിംഗ് ഇവൾക്ക് കൊടുക്കണം എന്ന് മനസ്സിലുറപ്പിച്ച ശേഷം അവളുടെ അടുത്ത് ചെന്ന് മിണ്ടാതെ നോക്കി നിന്നു. അപ്പോഴും കാന്തി ജോലിയിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ആവി പറക്കുന്ന കോഫി വേണി പതുക്കെ കാന്തിയുടെ കാലിലേക്ക് മറിച്ചു. തിളച്ച കോഫി കാലിൽ വീണതിനാൽ കാന്തി നിന്നിടത്ത് നിന്ന് തന്നെ അമ്മേ എന്ന് ഉറക്കെ വിളിച്ച് തുള്ളിപ്പോയി. കഠിനമായ നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ അവൾ പേടിയോടെ വേണിയെ നോക്കി. വേണിയുടെ മുഖത്ത് അപ്പോൾ ക്രൂരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാന്തിയുടെ നിലവിളി കേട്ട് അമ്മിണി ചേച്ചിയും പേടിച്ചു വിറച്ചു. പൊള്ളലിൻ്റെ കഠിനമായ നീറ്റൽ മൂലം കാന്തിയുടെ ഇരു കണ്ണിലും വെള്ളം നിറഞ്ഞു. ആ ഈറനായ കണ്ണുകളോടെ അവൾ വേണിയെ നോക്കി. വേണി അപ്പോൾ അഹങ്കാരത്തോടെ ഗുഡ് മോർണിംഗ് നാത്തൂനെ എന്ന് പറഞ്ഞു. തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോഫി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രമെടുത്ത് അതിലെ കോഫി മുഴുവൻ വേണിയുടെ മുഖത്തേക്ക് കാന്തി നീട്ടിയൊഴിച്ചു. കോഫി മുഴുവൻ വേണിയുടെ മുഖത്തായി. അവളുടെ മുഖത്തു നിന്നും ആവി പറക്കാൻ തുടങ്ങി. വേണിയുടെ കണ്ണിലും മുഖത്തുമെല്ലാം നീറിപ്പുകയാൻ തുടങ്ങി. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് വേണി അവിടെ നിന്നും ഓടിപ്പോയി. നീറിപ്പുകഞ്ഞ മുഖവുമായി വേണി അകത്തേക്ക് ഓടിച്ചെന്നു. വാഷ് ബേസിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പൊള്ളലിൻ്റെ തീവ്രത കൂടിയതുകൊണ്ട് അവൾക്ക് നീറ്റൽ കൂടി വന്നു. അലറി വിളിച്ചുകൊണ്ട് അവൾ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി. അയ്യോ എന്താ മോളെ, എന്താ പറ്റിയേ? വേണിയുടെ കരച്ചിൽ കേട്ട് രാജി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ പൊള്ളലിൻ്റെ നീറ്റൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് വേണിക്ക് ഉണ്ടായ സംഭവങ്ങളൊന്നും രാജിയോട് പറയാൻ കഴിഞ്ഞില്ല. അവൾ പിന്നെയും അലറി വിളിച്ചുകൊണ്ട് മുഖത്തേക്ക് കൈക്കുമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. എന്താ മോളെ? രാജിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഡൈനിങ് ഹാളിലെ ബഹളം കേട്ട് സുദർശനും പ്രിയനും മഹാദേവനുമെല്ലാം മുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. അയ്യോ എന്താ വേണിമോളെ സംഭവിച്ചേ? അവരെല്ലാവരും മാറി മാറി ചോദിച്ചിട്ടും സംഭവിച്ചത് പറയാൻ വേണിക്ക് കഴിഞ്ഞില്ല. അവൾ പിന്നെയും ആർത്ത് കരഞ്ഞുകൊണ്ട് വെള്ളം കോരി മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. വേണിയുടെ വെളുത്ത മുഖം ചുമന്നു വരികയും അതിൽ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായപ്പോൾ മഹാദേവന് ഏകദേശം കാര്യം മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ ഫ്രീസറിൽ നിന്നും ഐസ് ക്യൂബുകൾ എടുത്ത് വേണിയുടെ മുഖത്ത് വെച്ച് കൊടുത്തു. ഏട്ടാ വണ്ടി എടുക്ക്, വേണിമോളുടെ മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവൾക്ക് വൈദ്യസഹായം ലഭിക്കണം, അവൻ ധൃതിയോടെ പറഞ്ഞു. പൊള്ളലേൽക്കാനോ? സുദർശൻ സംശയത്തോടെ ചോദിച്ചു. ഏട്ടാ അധികം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം പോയി വണ്ടിയെടുക്ക്. മഹാദേവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ പ്രശ്നം അല്പം ഗുരുതരമാണെന്ന് സുദർശന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ കാർ എടുക്കാൻ പോയി. പൊള്ളലേൽക്കുകയോ? അതെങ്ങനെ? അടുക്കളയിൽ പോലും കയറാത്ത നിനക്കെങ്ങനെ പൊള്ളലേറ്റത്? രാജി സംശയത്തോടെ ചോദിച്ചു. എടി പോത്തിൻ്റെ മോളെ, നിനക്ക് വിവരമുണ്ടോടി? എൻ്റെ കൊച്ചു കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ ഇനി എങ്ങനെയാണ് പൊള്ളലേറ്റു എന്നുകൂടി അവൾ നിനക്ക് ക്ലാസ് എടുക്കണോ? മാറി നിൽക്കടി വിവരമില്ലാത്തവളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ രാജിയെ തള്ളി മാറ്റി. കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും മഹാദേവൻ വേണിയെ കോരിയെടുത്തുകൊണ്ട് കാറിൽ കയറ്റി. പിന്നാലെ പ്രിയദർശനും. അവർ വീടിൻ്റെ പടി കടന്നു പോയതും രാജി അപ്പോൾ തന്നെ അടുക്കള ലക്ഷ്യമാക്കി ഓടി. അവിടുത്തെ കാഴ്ച കണ്ട് രാജിയുടെ കണ്ണൊന്ന് കൂർത്തു വന്നു. ഇത്രയേറെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നൂലപ്പവും മട്ടൻ സ്റ്റൂവും കൂടി അടുക്കളയിലെ ചെറിയ ഡൈനിങ് ടേബിളിലിരുന്ന് കാന്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവൾ ആരെയും നോക്കാതെ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുകയാണ്. അത് കണ്ടതും രാജിക്ക് ദേഷ്യം വന്നു. അമ്മിണി! കാന്തി കേൾക്കാൻ വേണ്ടി അവൾ അമ്മിണിയെ ഉറക്കെ വിളിച്ചു. രാജിയുടെ വിളി കേട്ടതും അമ്മിണി പേടിച്ചു വിറച്ചു. എന്താ കൊച്ചമ്മേ? അല്പം പേടിയോടെ അമ്മിണി വിളി കേട്ടു. എന്താ ഇവിടെ സംഭവിച്ചത്? എൻ്റെ വേണിമോളുടെ മുഖത്ത് എങ്ങനെയാ പൊള്ളലേറ്റത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാൻ കഴിയാതെ പേടിച്ചു നിൽക്കുകയാണ് അമ്മിണി. അപ്പോഴാണ് രാജി കാണുന്നത് നിലത്ത് പരന്നു കിടക്കുന്ന കോഫി.
അവൾ ആ കോഫിയിലേക്ക് നോക്കിക്കൊണ്ട് അമ്മിണിയുടെ മുഖത്തേക്ക് നോക്കിയതും അമ്മിണി ഭയത്താൽ തല കുനിച്ചു നിന്നു. എന്നാൽ താൻ ആ നാട്ടുകാരിയല്ല എന്ന മട്ടിൽ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാന്തി അപ്പോഴും. ഉണ്ടായ സംഭവങ്ങളെല്ലാം ഭയത്താൽ പേടിച്ച് വിറച്ചുകൊണ്ട് അമ്മിണി പറഞ്ഞു. അമ്മിണിയുടെ വാക്കുകൾ കേട്ടതും രാജി ദേഷ്യം കൊണ്ട് വിറച്ചെങ്കിലും കാന്തിയോട് എതിർത്തൊന്നും പറയാൻ രാജിക്ക് കഴിഞ്ഞില്ല. വേണിമോളുടെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, അദ്ദേഹം ഇതിനൊരു തീരുമാനമുണ്ടാക്കും. എൻ്റെ മകളുടെ മുഖം പൊള്ളിച്ചിട്ട് ആർക്കും ഇവിടെ വാഴാമെന്ന് കരുതണ്ട എന്നൊക്കെ കാന്തി കേൾക്കാനായി അമ്മിണിയെ നോക്കി പറഞ്ഞുകൊണ്ട് രാജി അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. രാജി പോയെന്നുറപ്പായതും അമ്മിണി ഓടി കാന്തിയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ മോളെ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നിനക്കെന്താ കൊച്ചെ, ഒരു പേടിയില്ലേ? എന്തൊക്കെ തെറ്റ് വേണി ചെയ്താലും അവളുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ അത് മഹിസാറും പ്രിയൻ സാറും ഒന്നും സഹിക്കില്ല. അവർ തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റം എന്നറിയില്ല. നിനക്കെന്താ ഒരു പേടിയുമില്ലേ കുഞ്ഞേ? ഇത്രയും വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നിനക്ക് എങ്ങനെയാ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നത്? എനിക്കാണെങ്കിൽ ശരീരം വിറച്ചിട്ട് വയ്യ, ഇരിക്കാനും നിൽക്കാനും പറ്റണില്ല. അമ്മിണി പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മിണിയേച്ചി, ചേച്ചിക്ക് എന്താ പനിയുണ്ടോ ഇത്രയ്ക്ക് അങ്ങ് വിറയ്ക്കാൻ? പിന്നെ എൻ്റെ ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്ന കാര്യം നോക്കിക്കോ ചേച്ചി. നൂലപ്പത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് മട്ടൻ കറിയിൽ കൂട്ടിക്കുഴച്ചു അവൾ. ശേഷം നോക്കിക്കോ അമ്മിണിയേച്ചി, ശരിക്കും നോക്കിക്കോ, ദാ ഇതുപോലെ വായ തുറക്കുക എന്ന് പറഞ്ഞ് അവൾ തൻ്റെ വായ തുറന്നു. അതിനുശേഷം കുഴച്ചു വെച്ച നൂലപ്പം വായിലേക്ക് വെച്ചതിന് ശേഷം വായ അടച്ചു. പിന്നീട് പതുക്കെ ചവയ്ക്കാൻ തുടങ്ങി. ശേഷം പതുക്കെ ഭക്ഷണം ഇറക്കി. എന്നിട്ട് വായ തുറന്നു അമ്മിണിക്ക് കാണിച്ചു കൊടുത്തു. കണ്ടോ, ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങിയത്? ഇങ്ങനെയാണ് ഭക്ഷണം ഇറക്കുക. അതുപോലെ അമ്മിണി ചേച്ചിയും ഒന്ന് കഴിക്കി, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ കോഫി കുടിക്കാൻ തുടങ്ങി. ഈ പെണ്ണിന് ഇപ്പോഴും തമാശയാണ്. മോളെ, ഈ കാര്യത്തിൽ ആരും നിന്റെ കൂടെ നിൽക്കില്ല. മഹിസാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ് തൻ്റെ അനുജത്തിയെ. അവളുടെ മുഖം കോഫി ഒഴിച്ച് പൊള്ളിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ മോൾക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. എൻ്റെ പൊന്നു അമ്മണി ചേച്ചി, പേടിക്കാതെ. കൂടി വന്നാൽ അയാൾ എന്നെ കൊല്ലുമായിരിക്കും. കൊല്ലട്ടെ, കൊല്ലാനും ചാവാനും എല്ലാം തയ്യാറായി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കണത്. പിന്നെ പൊള്ളലിൻ്റെ കാര്യം, ചേച്ചി എൻ്റെ കാല് കണ്ടോ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാല് അമ്മണിക്ക് കാണിച്ചു കൊടുത്തു. ചൂട് കോഫി വീണ കാലിൽ 2-3 കുമിളകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ടോ ചേച്ചി എൻ്റെ കാല്? എനിക്കും വേദനയുണ്ട്. എൻ്റെ വേദന വേണി കൂടി ഒന്ന് അറിയട്ടെ. അവളല്ലേ ചൂടുള്ള പ്രഭാതം എനിക്ക് സമ്മാനിച്ചത്. ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചും പറയണ്ടേ? ഞാൻ തിരിച്ചും പറഞ്ഞു. അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ചേച്ചി, ന്യൂട്ടൻ്റെ 3rd ലോയെ പറ്റി കേട്ടിട്ടില്ലേ? ന്യൂട്ടനെ മനസ്സിലായില്ലേ? നമ്മുടെ ആപ്പിൾ തലയിൽ വീണ കക്ഷി. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് പ്രകൃതി നിയമമാണ് ചേച്ചി. ഒരു പാമ്പുങ്ങൽ തറവാട്ടിലെ രാജാവ് വിചാരിച്ചാലൊന്നും ആ നിയമം മാറ്റാൻ കഴിയില്ല. അവൾ ലാഘവത്തോടെ അമ്മിണിയോട് പറഞ്ഞു. ഈ പെണ്ണ് എന്തൊക്കെ ഭ്രാന്താ ഈ പറയണേ? അമ്മിണി അത്ഭുതത്തോടെ കാന്തിയെ നോക്കി. അപ്പോഴേക്കും അവിടേക്ക് രാജി ധൃതിയിൽ വന്നു. മുകളിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്നിട്ട് എന്താ മുകളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാത്തത്? അത് കൊച്ചമ്മേ, ഞാൻ പെട്ടെന്ന് മറന്നു, അമ്മിണി പേടിയോടെ പറഞ്ഞു. നിന്റെ ഒരു മറവി. പ്രിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, നിന്റെ മറവി രോഗം അദ്ദേഹം മാറ്റിത്തരും. മുകളിലേക്ക് ഭക്ഷണം കൊടുക്കാൻ വൈകി എന്നറിഞ്ഞാൽ പ്രിയേട്ടൻ ഈ വീട് തിരിച്ചു വയ്ക്കും എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ അമ്മിണിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് രാജി മുകളിലേക്ക് കയറിപ്പോയി. ആരാണ് മുകളിൽ? ആർക്കാണ് മുകളിലേക്ക് ഭക്ഷണം എന്ന കാന്തിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വെറുതെ നോക്കി നിൽക്കാനേ അമ്മിണിക്ക് കഴിഞ്ഞുള്ളൂ.